എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിലും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പിനെ തടയാനും ദാഹത്തെ ശമിപ്പിക്കാനും വളരെ ഉത്തമമായ നല്ലൊരു ജ്യൂസാണ്. ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു 1/2 കിലോ ക്യാരറ്റ് മാത്രം മതിയാകും. ഇപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയുടെ അളവുകൾ കുറച്ച് ഡയബറ്റിക് പേഷ്യൻസിനും നിത്യവും കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പാനീയം കൂടിയാണ്. ഇതുപോലുള്ള ഹെൽത്തി സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് ഒരു മായവും കലർത്താതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത്രയും എഫക്റ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്, ആർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു 1/2 കിലോ ക്യാരറ്റ് വെച്ചിട്ട് 1 ലിറ്റർ സ്ക്വാഷ് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. അതും ഒരു മായവും കലർത്താത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് കളറോട് കൂടി തന്നെയാണ് ജ്യൂസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അങ്ങനെ നമുക്ക് ക്യാരറ്റ് സിറപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം എടുക്കാനായിട്ടും. ഇനി ഇതിൻ്റെ തോല് ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്യാരറ്റ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്നുമല്ല, വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ടാണ് കുക്കറിലേക്ക് മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിൽ വെച്ച് വേവിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നു മാത്രം. അങ്ങനെ ഒരു കുക്കറിലേക്ക് ക്യാരറ്റ് മാറ്റുവാണ്. ക്യാരറ്റിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുക്കർ മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടുപ്പിലേക്ക് മാറ്റാം. ഇനി വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അതുവരെയും നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇനി ക്യാരറ്റിൻ്റെ ചൂടൊന്ന് ആറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചുകൂടി എടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. നമുക്കിത് പച്ചയ്ക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിലും നല്ലത് ഇതുപോലെ വേവിച്ച് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ ചൂടാറി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റിൻ്റെ ചൂടൊക്കെ ഇവിടെ ആറി വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്ക്വാഷാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റിന്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി പൾപ്പ് ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വേവിച്ച് എടുത്തരക്കുമ്പോഴാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നല്ല പ്രതികരണമാണ് എല്ലാവരും തന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്യാരറ്റ് സ്ക്വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി വേണം കേട്ടോ കൊടുക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ക്രീമി ടെക്സ്ചറിലേക്ക് ആയി വന്ന ക്യാരറ്റ് പൾപ്പിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുവാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 കിലോ ക്യാരറ്റ് ആണ്. അപ്പം അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതുപോലൊരു ഇഞ്ചി ഒന്ന് ചതച്ചതിൻ്റെ ജ്യൂസ് ചേർക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി നീര് ചേർക്കാം. ഇഞ്ചി നീര് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ജ്യൂസ് നല്ല പോലെ തിളച്ച് പൊങ്ങണം. നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു 3 ചെറുനാരങ്ങ നീര് ചേർക്കണം. കൂടെ തന്നെ 2 ഓറഞ്ചിന്റെ നീര് കൂടെ ചേർക്കണം. നാരങ്ങയും ഓറഞ്ചും ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പൾപ്പ് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. മറ്റുള്ള നാരങ്ങ നീര് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു സിറപ്പ് ചീത്താവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സിട്രിക് ആസിഡ് ചേർക്കാവുന്നതാണ്. നാരങ്ങ നീര് കൂടി ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഓറഞ്ച് ഇപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നാരങ്ങ പിഴിയുന്നതിന് വെച്ചിട്ട് നെക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഓറഞ്ച് ജ്യൂസും നമുക്കിതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ജ്യൂസ് കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ വെട്ടിത്തിള വരുമ്പോൾ ഇതിന്റെ മേളയിലായിട്ട് ഇങ്ങനെ പതയൊക്കെ വരും. ആ പത നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നമ്മുടെ പഞ്ചസാരയിലെ അഴുക്കാണ് കേട്ടോ അത് പൊങ്ങി വരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പൾപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്ത് വരട്ടെ. അതുവരെയും നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് ആയി കിട്ടിയിട്ടുള്ളത്. ഞാനിതിലേക്ക് ഒരു തരി പോലും കളറൊന്നും തന്നെ ചേർത്തിട്ടില്ല. എങ്കിലും നല്ല പെർഫെക്റ്റ് കളറായിട്ട് തന്നെയാണ് നമുക്ക് ഈ സിറപ്പ് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ചൂട് കാലത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കി വെക്കേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്ക്വാഷാണ്. ജോലിയെല്ലാം ചെയ്ത് വീട്ടിലേക്ക് ക്ഷീണിച്ചു വരുന്ന സമയത്ത് ഇതുപോലൊരു ജ്യൂസ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ കുടിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ആശ്വാസവും കൊടുക്കുന്ന നമുക്കാണെങ്കിലോ മനസ്സിന് നല്ല സന്തോഷവും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി വെക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നമ്മുടെ വീടുകളിൽ വരുന്ന ഗസ്റ്റുകൾക്കും ഒരു മായവും കലർത്താതെ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല രുചികരമായിട്ടും നല്ലൊരു ജ്യൂസ് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടെന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.